ശ്രീ ഷുക്കൂർ, നിങ്ങളുടെ കൈവെള്ളയിൽ ഉണ്ടായിരുന്നൊരു മണ്ഡലമാണ്, കഴിഞ്ഞ തവണ കൈവിട്ടുപോയ മണ്ഡലമാണ്. അത് തിരിച്ചു പിടിക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായ സാഹചര്യം ആരുണ്ടാക്കിയതാണ്? അത് നേരിടാനുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? തീർച്ചയായും രണ്ട് ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങൾ ജനമനസ്സുകളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ജനദ്രോഹ സർക്കാരുകളുടെ പ്രവർത്തനം കൊണ്ടുള്ള ഓരോ അനുഭവവും ഓരോ മലയാളിക്കും അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും പറയാനുണ്ട്. അത് പ്രകടമാക്കുന്നൊരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ഒരു സംശയം വേണ്ട. 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി ഭരണത്തിൻ്റെ ചിത്രം, 8 വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ ചിത്രം, അതിലൂടെ അനുഭവിക്കേണ്ടി വന്ന യാതനകളും വേദനകളും, ഒപ്പം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക, ജനങ്ങൾക്ക് ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടവരനുഭവിക്കുന്ന നൊമ്പരങ്ങൾ, യാതനകൾ, വേദനകൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പുക. അതിനെല്ലാം അപ്പുറം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന, നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം, ഇതോടുകൂടി ഇല്ലാതായി തീരുമോ എന്ന ആശങ്ക 144 കോടി ജനങ്ങളുടെയും മനസ്സിലേക്ക് വന്നിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതിനും അപ്പുറം കഴിഞ്ഞ 5 വർഷക്കാലത്തെ ആലപ്പുഴയ്ക്ക് പാർലമെൻറ്റ് മണ്ഡലത്തിന് എന്തു കിട്ടി, എന്തായിരുന്നു അവസ്ഥ, അതുകൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിനു മുമ്പുള്ള അനേക വർഷങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടും. അപ്പോഴാണ് ഈ 5 വർഷക്കാലത്തെ യഥാർത്ഥ ചിത്രം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. അതിനുകൂടി ഒരു മറുപടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഒരു സംശയം വേണ്ട. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ KC വേണുഗോപാൽ, ആലപ്പുഴയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം 1/4 നൂറ്റാണ്ടിൻ്റെ ബന്ധമാണ്. ആ 1/4 നൂറ്റാണ്ടിൽ 10 വർഷക്കാലം പാർലമെൻ്റ് അംഗം, 15 വർഷക്കാലം കേരളത്തിലെ നിയമസഭാ അംഗം, അതിൽ കേന്ദ്രമന്ത്രി, സംസ്ഥാന മന്ത്രി. ആലപ്പുഴയുടെ ആകെ വികസനം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവിടെ വളരെ വലിയ മേൽക്കൈ ശ്രീ KC വേണുഗോപാലിന് സ്വന്തമായുണ്ട്. ശ്രീ ഷുക്കൂർ, ഏത് ഭരണവിരുദ്ധ തരംഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നത്? രണ്ട് ഭരണങ്ങളുടെയും വിരുദ്ധത ജനമനസ്സിൽ കൂടുതൽ ഏതാണ്? കൂടുതൽ നമുക്ക് പറയാൻ വയ്യാത്തതിനും അപ്പുറമാണ്. കാരണം ഒന്നും ഒപ്പത്തിനൊപ്പം പോകുന്ന ജനവിരുദ്ധത നമ്മൾ കാണുകയാണ്. നോക്കൂ, 10 വർഷക്കാലം തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മറുപടി കൊടുക്കുന്നത് പിണറായിക്കോ മോദിക്കോ? മോദിക്കുമുണ്ട്, പിണറായിക്കുമുണ്ട്. കാരണം രണ്ടും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. ഈ സർക്കാരിന്റെ ഭാവിയെ ബാധിക്കുന്ന തെരഞ്ഞെടുപ്പല്ലല്ലോ ഇത്. ഈ സർക്കാരിനെ ബാധിക്കുന്ന തെരഞ്ഞെടുപ്പല്ലെങ്കിലും ഒരടി ഈ സർക്കാരിന് കൊടുക്കണമെന്ന് ഓരോ മനുഷ്യ ഹൃദയവും ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ അങ്ങ് പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ അടി എന്തുകൊണ്ടായിരുന്നു? അതല്ല, അവിടെ മറ്റൊരു രൂപത്തിലുള്ള ഒരു പ്രവർത്തനം കൂടി നടത്തിയിരുന്നു. അത് തിരിച്ചറിയാൻ ഞങ്ങൾക്കും വൈഷമ്യമുണ്ടായി. ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കാതെ പോയി. അത് മറ്റൊന്നിലേക്ക് പോയിട്ടുണ്ട്. അത് ഇത്തവണ തിരിച്ചു വരിക മാത്രമല്ല, അവിടെ ഒരുപാട് നഷ്ടം സംഭവിക്കും. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്ന മുന്നണി LDFിൻ്റെ യഥാർത്ഥ സ്ഥിതി അല്ലെങ്കിൽ അവരുടെ ഭരണം മൂലമുണ്ടായിരിക്കുന്ന വസ്തുതകൾ അത് തിരിച്ചറിഞ്ഞ് പ്രബുദ്ധരായ വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോവുകയാണ്.